സർപ്പകോപം പൗരാണിക കാലം മുതൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ദോഷമാണ് ഈ സർപ്പകോപം. ഇത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഉദാഹരണമായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് സർപ്പാരാധനകൾ ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ നാഗങ്ങളെ ഉപദ്രവിക്കുകയോ, ഇങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടും സർപ്പദോഷം ഉണ്ടാകാറുണ്ട്. സാധാരണയായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിവാഹ തടസ്സങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങൾ എന്നിവയാണ് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഇതിനും കൃത്യമായിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ പ്രാർത്ഥനയോടും ഐക്യത്തോടും കൂടി ചെയ്താൽ ഈ സർപ്പദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തൊലിക്ക് സ്കിൻ ഡിസീസുകളൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. സർപ്പദോഷത്തിൻ്റെ അനന്തരഫലങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിന് മാറ്റാനായിട്ട് അത് കൃത്യമായി കണ്ടുപിടിച്ച് കൃത്യമായ സമയത്ത് അതിന് വേണ്ട പരിഹാരം ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമായ ഘടകം ഉണ്ട്.